ഹായ് കൂട്ടുകാരെ, ചങ്ങായി വ്ളോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അടിപൊളിയായിട്ട് പച്ചരി കുതിർത്തുടനെ നമുക്കൊരു പുട്ട് തയ്യാറാക്കിയാലോ. പുട്ടിൻ്റെ മാവിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു പുട്ട് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനാവശ്യമായിട്ട് ആദ്യമായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 2 കപ്പ് അളവിൽ പച്ചരിയാണ്. ഇപ്പോൾ റേഷൻ കടയിൽ നിന്ന് മേടിക്കുന്നതോ അല്ലാതെ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ഏത് പച്ചരി എടുത്താലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ 2 മണിക്കൂർ ഞാനൊന്ന് വെള്ളത്തിലിട്ട് കുതിർത്തിട്ടുണ്ട്. അതിനെ നല്ലതുപോലെ കഴുകിയതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് വെള്ളം കളഞ്ഞിട്ട് എടുക്കണം കേട്ടോ. വെള്ളം തോർത്ത് വേണം നമുക്ക് ഈ ഒരു പച്ചരി എടുക്കാനായിട്ട്. അപ്പോൾ വെള്ളമെല്ലാം കളഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനെ ഒരു മിക്സിയുടെ ജാറിലേക്കാണ് മാറ്റി കൊടുക്കുന്നത്. നല്ല രീതിക്ക് ഇതിനെ നമുക്ക് പൊടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ തീരെ നല്ല നൈസായിട്ട് പൊടിയേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ പുട്ടൊക്കെ ഉണ്ടാക്കാനായിട്ട് പുട്ടിൻ്റെ മാവിൻ്റെ പരുവം അറിയാമല്ലോ, ആ രീതിക്കൊന്ന് പൊടിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ 2 പ്രാവശ്യമായിട്ട് ഞാൻ ഈ പുട്ടുപൊടി റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ തവണ ഇട്ട് കൊടുത്തിട്ടുള്ള പച്ചരിയൊക്കെ ഞാനൊന്ന് മാവാക്കി പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് തരിതരിപ്പോടെ ഇരുന്നാൽ മതി ഈ ഒരു പുട്ടിൻ്റെ പൊടി. അപ്പോൾ നമ്മുടെ പുട്ടുപൊടി എല്ലാം ഞാൻ പൊടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് നല്ല രീതിക്ക് ഇതിനെ ഇളക്കി കൊടുക്കാം കേട്ടോ. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനെ ഒരു ഗ്യാസിലേക്കാണ് ഞാൻ മാറ്റി കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ വീട്ടിൽ വിറകടുപ്പുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്താൽ മതി. മാവ് നല്ലതുപോലെ വറുത്തെടുക്കണം. നല്ലതുപോലെ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ഒരു മാവ് ചൂടായി വന്നാൽ മതി കേട്ടോ. അല്ലാതെ നമ്മൾ സാധാരണ മാവൊക്കെ വറുത്ത് വെക്കുന്നത് പോലെ എടുക്കേണ്ട കാര്യമില്ല. ഇത് നല്ലതുപോലെ ചൂടാക്കി ഇങ്ങനെ എടുത്താൽ മതി. അപ്പോൾ മാവ് ചുമന്നു പോവാതെ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ പുട്ടിന് വേണ്ടിയിട്ടുള്ള പച്ചരി പൊടിച്ച മാവൊക്കെ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു രീതിക്കായതിന് ശേഷം നമുക്ക് ഇനി പുട്ടിന് നനച്ചെടുക്കുന്നത് പോലെ തന്നെ വെള്ളം കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നനച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ പുട്ടിന് മാവ് നനയ്ക്കുമ്പോഴത്തേക്കും വെള്ളം ഇതിലേക്ക് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടാണ് ഇതേപോലെ കൈകൊണ്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് എടുക്കുന്നത്. പക്ഷേ ഈ ഒരു മാവിനെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ അങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് നിൽക്കരുത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മൾ പുട്ടുണ്ടാക്കുന്ന മാവ് നല്ലതുപോലെ നമ്മൾ വറുത്തെടുത്ത മാവിനെയാണ് പുട്ടാക്കിയിട്ട് മാറ്റുന്നത്. ഇത് നമ്മൾ പച്ചരി കുതിർത്ത ഉടനെ തന്നെ പച്ചരി പൊടിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഈ ഒരു മാവ് ചൂടാക്കി എടുത്തിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളം അങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ മാവിൽ വെള്ളം കൂടിപ്പോവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ പുട്ടുണ്ടാക്കുമ്പോഴത്തേക്കും നമ്മുടെ പുട്ട് റെഡിയായി കിട്ടില്ല. അപ്പോൾ നമ്മുടെ പുട്ടിൻ്റെ മാവൊക്കെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു കുക്കറിലേക്ക് ആവശ്യത്തിന് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 സ്പൂണ് വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ വിനാഗിരി ചേർത്ത് കൊടുക്കുന്ന എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞു തരാം. നമ്മൾ മുട്ട പുഴുങ്ങുന്ന സമയത്തും അതുപോലെ ഇതേപോലെ നമ്മൾ ചിരട്ടപ്പുട്ടൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതേപോലെ വിനാഗിരി ഒഴിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു മുറി നാരങ്ങയുടെ കഷ്ണം ഇട്ട് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുക്കറിൻ്റെ അകം പുതിയതുപോലെ തന്നെ ഇരിക്കും. ഇല്ലെങ്കിൽ അത് കറുമുറാന്നായി പോകും കേട്ടോ. നമ്മുടെ കുക്കറൊക്കെ പാഴിപ്പോവാനായിട്ട് സാധ്യത കൂടുതലാണ്. അത് ഒരു ടിപ്സാണ്. ഞാൻ വിനാഗിരിയാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ വിനാഗിരി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പീസ് നാരങ്ങ കൂടി അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇത് നമ്മൾ പുട്ട് പുഴുങ്ങുന്ന സമയത്ത് മാത്രമല്ല, നമ്മൾ മുട്ടയൊക്കെ പുഴുങ്ങിയെടുക്കുന്ന സമയത്ത് ഇതേപോലെ ചെയ്യാവുന്നതാണ്. അപ്പോൾ പുട്ടിൻ്റെ മാവൊക്കെ ഞാനൊന്ന് പുട്ടുചില്ലിയിലേക്ക് വാരി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു സോഫ്റ്റ് പുട്ടിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എൻ്റെ ചാനൽ എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യണം. അതുപോലെ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാർക്കും റിലേറ്റീവ്സിനൊക്കെ ഷെയറും കൂടി ചെയ്ത് കൊടുത്തേക്കണേ. അപ്പോൾ നമ്മുടെ പുട്ടൊക്കെ ഞാനൊന്ന് കുക്കറിൻ്റെ പുറത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പുട്ട് വെന്ത് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പുട്ടൊക്കെ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ആവിയൊക്കെ വന്ന് നല്ലതുപോലെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ 2 രീതിക്കും പുട്ട് അവിക്കുന്നുണ്ട്. ഇത് നമ്മുടെ
ചിരട്ടപ്പുട്ടിൻ്റെ ചില്ലി വെച്ചിട്ട് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളതാണ്. പിന്നെ മറ്റേത് നമ്മുടെ സാധാരണ പുട്ടുണ്ടാക്കുന്ന പുട്ടുകുറ്റിയിൽ വെച്ചിട്ടും ചെയ്തിട്ടുണ്ട്. 2 സൈസ് പുട്ടും നല്ല അടിപൊളിയായിട്ട് പെർഫെക്റ്റായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് പുട്ടാണ്. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളായിരുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിക്കാനും മറക്കരുത്. അപ്പോൾ അതിലൊരു ഓൾ ഓപ്ഷൻ കാണിക്കും. അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ